നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ, അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് എന്താണ് എന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഇത് പോസിറ്റീവായിട്ട് വരികയുള്ളൂ. അതുപോലെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഒരു കാര്യം നമ്മൾക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കാൻ നിൽക്കുക കേട്ടോ. ഈ നെഗറ്റീവ് നിങ്ങൾ മെസ്സേജ് ഇട്ടാലും നിങ്ങൾ ചിന്തിച്ചാലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെയും അത് ബാധിക്കുകയില്ല എന്നും, സ്വയം തന്നെയാണ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നും ഡെവിൾ എനർജിയെ കണക്റ്റ് ചെയ്യുന്നതെന്നുമുള്ള ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവണം കേട്ടോ. നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തെങ്കിൽ അത് നിങ്ങളുടെ വിധിയിൽപ്പെട്ടതായിരുന്നോ, ആ ഒരു വ്യക്തിക്ക് ഇതിനു മുൻപ് നിങ്ങളിൽ നിന്ന് അതുപോലെ ഒരു അനുഭവം പാസ്റ്റ് ലൈഫിലാണെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ തരം താത്തുന്നതും മോശമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതുമെല്ലാം അത് ആ ചെയ്യുന്നവരിലേക്ക് തന്നെയാണ് ചെന്ന് ചേരുക എന്ന ഒരു ഓർമ്മ എപ്പോഴും ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ ചില മെസ്സേജ് കാണാം, ഈ റീഡിംഗ് ഒന്നും കാണരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന്. ഇത് കണ്ടിട്ടായിരിക്കുമല്ലോ ആ ഒരു വ്യക്തിയും ഇത് പറയാൻ നടക്കുന്നത്. ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല അല്ലേ. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ ചെന്ന് ഓപ്പൺ ചെയ്താൽ മതി, കേട്ടാൽ മതി, കണ്ടാൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമൊന്നുമില്ല ഇത് കേട്ടില്ല എന്നോർത്ത്. ആവശ്യമുള്ളവരാണ് അത് കേൾക്കേണ്ടത്. അവർക്ക് മാത്രമേ അതിൽ നിന്നൊരു പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് മാത്രമേ അതിനകത്ത് ഒരു ഡിവൈൻ സപ്പോർട്ടും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എന്താ പറയുക, ഈ ഒരു മെസ്സേജ് നമ്മളിലേക്ക് വരുന്നത് തന്നെ ഡിവൈൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ വരുന്നതിനെ നമ്മൾ കാറി തുപ്പുക, പുറംകാലിനെ തൊഴിക്കുക എന്നൊക്കെ പറയുന്ന ചില വ്യക്തികളുണ്ട് ഇതിനകത്ത്. അവരുടെ പേരടക്കം പറയാൻ ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. കാരണം അപ്പോൾ അവരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെയായി പോകും അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അതല്ലേ എപ്പോഴും നല്ലത്. നമുക്ക് അർഹതയില്ലാത്തതും നമുക്ക് കേൾക്കാൻ സാധ്യമല്ലാത്തതുമായ ഒരു കാര്യത്തെയും ഞാൻ ചെയ്യുന്ന ഒരു റീഡിങ്സോ, ഞാൻ ചെയ്യുന്ന ഒരു പേഴ്സണൽ റീഡിങ്സോ ഞാൻ ഒരിക്കലും കേൾക്കാറില്ല. അതാ വായിച്ചു പോകുന്നു, സെൻഡ് ചെയ്യേണ്ടവർക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. കാരണം അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്, എന്നിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ അതിനെ കണക്റ്റ് ചെയ്യാറില്ല. ടാരോ റീഡിങ്സ് വായിച്ചാലും ഈ വായിക്കുന്ന റീഡിങ്സുകൾ ഒന്നും തിരിഞ്ഞു നോക്കാറോ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ ഒന്നും ചിന്തിക്കാറില്ല. ആ സമയത്താണ് പറഞ്ഞു പോകുന്നത്. നിങ്ങളിലേക്ക് തെറ്റാണേലും ശരിയാണേലും എത്തിച്ചേരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് ദ കിങ് ഓഫ് കപ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആൻസറാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്. ആ രണ്ട് കാർഡുകൾക്ക് അപ്പുറത്തേക്ക് പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് തന്നെ നിങ്ങളെ അവർ ചിന്തിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ പോലെ, അതായത് നിങ്ങളുടെ ഓർമ്മകൾ വളരെ പോസിറ്റീവായിട്ട് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അവർ ശരിക്കും കണ്ണുകൾ അടച്ചിരിക്കുന്നു. എല്ലാം അറിയാം ആ ഒരു വ്യക്തിക്ക്. നിങ്ങൾ ആ ഒരു വ്യക്തി എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു, അതുപോലെ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നു, ഇതെല്ലാം ആ ഒരു പേഴ്സണ് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളതും, ഒരു ദൈവികമാകുന്ന ഒരു എനർജി പോലെ, അതായത് അവരുടെ ഒരു കൺകണ്ട ദൈവമായിട്ട് പോലും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനാണ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിക്ക് എന്നതെല്ലാം ആ ഒരു പേഴ്സൺ
പേഴ്സൺ വളരെ പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്ര പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഹാപ്പിനെസ് ആണ്. ഇമോഷണലി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷമാണ് നൽകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ആ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക ഒരു അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെ അവർ വളരെ ശക്തമായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിൽ അവരുടെ ഓർമ്മകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പം അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ആ ഒരു എനർജി കണക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ശക്തമാകുന്ന പെയിനും ഭ്രാന്തമാകുന്ന ഒരു എനർജിയും, അതായത് ഇമോഷൻസായി പോകുന്നു. നിങ്ങൾ വളരെ ശക്തമാകുന്ന ഒരു ഇമോഷണൽ എനർജിയിലേക്ക്, അതായത് ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഇവർ നിങ്ങളെ വളരെ ശക്തമായിട്ട് തിങ്കിങ് ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്നതാണ് കേട്ടോ. നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഡിസംബർ മാസത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും നവംബർ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. വളരെയധികം ഒരു ഇന്നർ കോളിംഗ് എനർജി, അതായത് അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു കോളിംഗ് അവർക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഡിവൈൻ്റെ ഒരു ക്ലാരിറ്റി കൂടി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക ഒരു സോൾ എനർജിയുടെ പ്രസൻസ്, അതായത് അവർ എത്രത്തോളം മാറി നിന്നാലും എത്ര സെപ്പറേഷൻ പീരീഡിൽ നിന്നാലും നിങ്ങളുടെ ആ ഒരു എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അത് വളരെ ക്ലാരിറ്റി ആയിട്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ അവർക്കൊരു പോസിറ്റീവ് ഡിസിഷൻ, ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് അവരൊരു സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ഒരു സെൽഫിഷായ ഒരു ക്യാരക്ടർ ഉള്ളൊരു പേഴ്സണായിട്ട് നമുക്ക് ഈ ഒരു വ്യക്തിയെ പറയാൻ പറ്റും. അതായത് തോറ്റു തരിക, ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് കുറച്ചൊന്ന് ഈ ഒരു എനർജിയിലൂടെ പോകട്ടെ, കുറച്ചും കൂടി കാലം അങ്ങ് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. കുറച്ച് ഡിലേ ആയാലും നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെയോ ഈ വ്യക്തിയെ കണക്റ്റ് ചെയ്ത് മറ്റാരിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവാകുന്ന മെസ്സേജ് തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല അവർക്കുടെ മനസ്സിലും ഒരു ദൃഢനിശ്ചയമുണ്ട്, ഈ ഒരു ബന്ധത്തിനൊരു റീബർത്ത് എനർജി ഉണ്ടാക്കണം എന്ന് ആ ഒരു വ്യക്തിയും ചിന്തിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലംസുകൾ ശക്തമായിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ എനർജിയുടെ പ്രസൻസ് കൊണ്ടാണ് കേട്ടോ. ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സമയം, മോശം സമയം നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് തന്നെ നിങ്ങളിലേക്ക് വന്നത് ഒരു കടം തീർക്കുക എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു പാസ്റ്റ് ലൈഫിൻ്റേതാവാം, മുൻകാലങ്ങളുടേതാവാം, മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റൊരാളിലുണ്ടായ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്താവാം. ഒരു വിധിയുടെ എനർജി, ഒരു നെഗറ്റീവ് കർമ്മ എനർജിയുടെ പ്രസൻസ് ഈ ഒരു വ്യക്തിയെയും നിങ്ങളെയും ബേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു പവർ ലോസിങ് സംഭവിക്കാനും ഒരു ഇരയാക്കപ്പെടാനും ഉള്ളൊരു വിധി, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് നിങ്ങൾക്കും പോസിറ്റീവായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങളുടെ കുറച്ച് കർമ്മകൾ, നെഗറ്റീവ് ബാഡ് കർമ്മകൾ ഹീലായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളെ ശരിക്കും അവർ കയ്യിലിട്ട് അമ്മാനമാടിയിട്ടുണ്ട്. നിങ്ങൾ കണക്റ്റഡ് ആയിരുന്ന സമയത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയോട് കൂടി പോയ സമയത്ത് നിങ്ങളെ ശരിക്കും ആ ഒരു വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശരിക്കും കുരങ്ങ് കളിപ്പിച്ചിട്ടുണ്ട് അവരെന്നുള്ളത് 100% ഉറപ്പാണ്. അതും അവർ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളെ അവരൊരു എന്താ പറയുക അടിമത്തം പോലെ വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാവാം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ എല്ലാ രീതിയിലുള്ള അവസ്ഥകളെയും കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ എനർജിയിലേക്ക് നോക്കുമ്പം എന്തു കാര്യത്തിനെയും അട്രാക്റ്റഡ് ആകാൻ, അതായത് ഒരു ലീഡർഷിപ്പ് എനർജിയാണ്. അതായത് വേണ്ടെങ്കിൽ വേണ്ട,
വേണമെങ്കിൽ വേണം, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ എനർജി ഉള്ള വ്യക്തി. നിങ്ങൾ കോൾ ചെയ്തില്ലെങ്കിലോ മെസ്സേജ് ചെയ്തില്ലെങ്കിലോ ഒന്നും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി കടന്നുപോയത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് നിരാശകൾ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട്. പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടറിലേക്ക് നോക്കുമ്പം ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സണാണ് കേട്ടോ. അപ്പോൾ പേരൻസിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഫാമിലിക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോങ് ടൈം സക്സസ് എനർജി, കുടുംബത്തിനെ ഏറ്റവും പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം, ഫാമിലി എനർജീനെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് പേരൻസിനോട് വളരെയധികം റെസ്പെക്റ്റ് എനർജി ഉള്ളൊരു പേഴ്സണാണ്. അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവില്ലാത്ത ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പേരൻസ് എനർജിക്ക്, ഫാമിലി എനർജിക്ക്, ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ, ഫാമിലിയുടെ ആ ഒരു അഭിമാനം അന്തസ്സിനെയൊക്കെ കെയറിങ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യവും പൂർണ്ണതയും കൊടുക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ ശരിക്കും ആ ഒരു വ്യക്തി ഒരു ബൗണ്ടറി ഇട്ട് തന്നെ നിന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഇമോഷണലി ഒരു അടിയറവ് പറയാതെ, അതായത് നിങ്ങൾക്ക് അഡിക്റ്റഡ് ആണ് എന്ന് കാണിക്കാത്ത രീതിയിൽ കണക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. കൂടാതെ തന്നെ നിങ്ങൾ അവർക്ക് പ്രഷ്യസ് ആയ ഒന്നായിരുന്നു കേട്ടോ. നിങ്ങളോടൊരു ഇമോഷൻസിനേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തിക്ക് റെസ്പെക്റ്റ് എനർജി ആയിരുന്നു ഫീൽ ചെയ്തത്. അതായത് ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ, അതായത് അവർക്കൊരു ഹൈ ലെവൽ എനർജിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ വന്നിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ എനർജിയാണ്, വല്ലാത്തൊരു ആകർഷണം, അട്രാക്ഷൻ നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അവരുടെ ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു എനർജിയിലല്ല നിൽക്കുന്നത്, 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഇമോഷൻസ് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും അവർ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. 24 അവേഴ്സും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. പുതിയൊരു ഓപ്പണിംഗ് എനർജി അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഒരു റിയൂണിയൻ എനർജി അവരുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻസ്, ആ ഒരു മാർഗം അവർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു രീതിയിലോ എന്തെങ്കിലും ഒരു സഡൻ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസോ ക്രിയേറ്റ് ചെയ്യപ്പെടണം, ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ തീർച്ചയായിട്ടും ഒരു റിലേഷനെ ബേസ് ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരെ നിങ്ങളെ സംബന്ധിച്ച് എന്തോ ഒരു ഹൈഡിങ് എനർജിയിൽ അവർക്കൊരു ബൗണ്ടറി ഇടേണ്ടി വരുന്ന, അതല്ലെങ്കിൽ അവർക്കൊന്ന് പിന്മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ട്. ചിലപ്പോൾ അവർ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്ഷൻ എടുത്തതായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ഒരു ഹൈഡ് എനർജി, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർക്കേണ്ടി വന്നതെന്ന് കാണുന്നുണ്ട്. അതൊരു സഡൻ ആക്ഷൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഫാൾട്ട് എനർജി കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് ഓർക്കുമ്പം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാക്കിയത്, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവരൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു എനർജിയിലേക്ക് മാറിപ്പോകേണ്ടി വന്ന കാര്യത്തെക്കുറിച്ചും, അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ചും ചിന്തിക്കുമ്പം അവർക്ക് ഇമോഷണലി വലിയൊരു നിരാശ ഫീലിങ്സ് എനർജി കാണുന്നുണ്ട്. ഈ ഒരു നിരാശ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ അവരിലേക്ക് വീണ്ടും വീണ്ടും കണക്റ്റ് ചെയ്തപ്പോഴെല്ലാം റിജക്റ്റ് ചെയ്തു നിങ്ങളെ. ഈ ഒരു പേഴ്സൺ ശരിക്കും നിങ്ങളെ ഒരുപാട് റിജക്റ്റ് ചെയ്ത്, അവഗണിച്ചു, ഒറ്റപ്പെടുത്തി, ഒഴിവാക്കി. നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയോടുകൂടി ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്തപ്പോഴും എല്ലാം അവരൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ടാണ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതെന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് വലിയൊരു സ്റ്റക്നെസ് വരുത്തുന്നുണ്ട് കേട്ടോ. ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ കടന്നു വരുന്നുണ്ട്. അവർ സ്വയം ഇപ്പം അവരെ തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു എനർജിയിൽ കണക്റ്റ് ചെയ്യുമ്പം അവർ തന്നെയാണ് അവർക്കുള്ള കുഴി കുഴിച്ചതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയൊരു നിരാശയുണ്ട്, ഒരു മൈൻഡ് ലോസ് എനർജി തന്നെയാണ്. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ അവർ റിജക്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ പല രീതിയിലുള്ളത് അവരുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്തപ്പം ഒരു നിമിഷം അവർക്ക് നിങ്ങളുടെ ഒരു എനർജീനെ വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കർമ്മ എനർജിയാണ് കേട്ടോ. നിങ്ങൾക്കിടയിലുള്ള ഓരോ കാര്യങ്ങളും കർമ്മ എനർജിയെ ബേസ് ചെയ്ത് തന്നെ നടക്കുന്നതാണ്.
അവർ കോളോ മെസ്സേജോ ഒന്നും നിങ്ങളിലേക്ക് നൽകുന്നില്ലെങ്കിലും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും എല്ലാം നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. പക്ഷേ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർക്ക് തടസ്സങ്ങളുണ്ട്. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ലൈഫിൽ തടസ്സങ്ങളുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങളെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നതും ടോട്ടലി അവർക്ക് മനസ്സിന് സംതൃപ്തി ഉള്ളതും ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങളെ തന്നെയാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾക്കിടയിലൊരു ബാലൻസ് എനർജിയുടെ പ്രോബ്ലംസ് ഉണ്ട്. അതായത് കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഈ റിലേഷനിൽ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് പോകുമ്പം ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ, നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു എനർജി കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു എന്താ പറയുക, ഒരു ചൈൽഡ്ഹുഡ് ട്രോമ എനർജി ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് നൽകിയ ഇമോഷൻസിന് വലിയ വാല്യൂ നിങ്ങൾ കൽപ്പിച്ച് കാണില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഇമോഷൻസ് അവർ സ്വീകരിച്ചെങ്കിലും നിങ്ങൾക്കതിനനുസരിച്ചുള്ള ഒരു തിരിച്ച് നിങ്ങളോട് കണക്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് പ്രോബ്ലംസും മറ്റൊരു എനർജിയായിട്ട് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസും ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആണ് കേട്ടോ. അത് വളരെ സ്ട്രോങ് ആയതും വളരെയധികം പോസിറ്റിവിറ്റിയോട് കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിട്ട്, അതായത് ഒരു സൗഹൃദം സ്ഥാപിച്ച് പരിചയം സ്ഥാപിച്ച് കണക്റ്റ് ചെയ്ത ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷനിലുണ്ട്. ഇതിനകത്ത് രണ്ട് എനർജികളുടെ രണ്ട് രീതിയിലുള്ള സിറ്റുവേഷൻസ് കണക്റ്റഡ് ആണ്. ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കാതെ പോകുന്നു. അതായത് നിങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ കാസ്റ്റ് സംബന്ധമായിട്ടോ ഏജ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജീവിത സിറ്റുവേഷൻസുകൾ സംബന്ധമായിട്ടോ, ഒരാൾ മാര്യേജ് ഒരാൾ അൺമാര്യേജ് എനർജിയിൽ നിൽക്കുന്നതും ഒരാൾക്ക് ഫാമിലി എനർജി ഉള്ള സിറ്റുവേഷൻസും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് സിറ്റുവേഷൻസിൽ പോകേണ്ട വ്യക്തികളായിരിക്കാം, രണ്ട് കുടുംബമുള്ള എനർജിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്, കണക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കാത്ത വിധമുള്ളതെന്നാണ് കാണുന്നത്. എന്താണെങ്കിലും എഫേർട്ട് എടുക്കാത്തതിലും പ്രാധാന്യം കൽപ്പിക്കാത്തതിലും നിരാശപ്പെടുന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു എനർജിയെങ്കിലും നൽകാമായിരുന്നു, നിങ്ങളോട് കുറച്ച് പോസിറ്റീവായിട്ടാണേലും ബിഹേവ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ അത്രത്തോളം ഫോക്കസ് ചെയ്തിരുന്നു, ഫോളോ ചെയ്തിരുന്നു, നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നു എന്നത് ഇന്ന് ആ ഒരു പേഴ്സൺ വേദനയോടെ തിരിച്ചറിയുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷനിൽ കുറച്ച് ആളുകൾക്ക് സാമ്പത്തികപരമാകുന്നതോ അല്ലെ കരിയർ പരമാകുന്ന കാര്യത്തിലുമൊക്കെ നല്ലൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഹെൽത്ത് പ്രശ്നങ്ങൾ വരെ, ഹെൽത്ത് പ്രോബ്ലംസ് വരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഇമോഷണലി മാത്രമല്ല ഫിസിക്കലി പോലും നിങ്ങൾ ഡൗൺ എനർജിയിലാണ്. ഇതെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അറിയാമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജി നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു സെലിബ്രേഷൻ, പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയൊക്കെ വരണമെങ്കിൽ നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറണം. ഇമോഷൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇമോഷണലി ഇങ്ങനെ കണക്റ്റഡ് ആകുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരണം. എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം, അതായത് ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട്, എന്ത് റിലേഷൻ ആയിക്കോട്ടെ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിൽ എത്തിയാലെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഫാമിലി എനർജിയെ ബേസ് ചെയ്തുള്ള വ്യക്തികളുടെ ലൈഫിൽ ഒരു പൂർണ്ണ വീഴ്ചയാണ് ഈ ഒരു ബന്ധം കാണിച്ചു തരുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും രണ്ട് സിറ്റുവേഷൻസിലേക്ക് പിരിഞ്ഞു പോകേണ്ടി വന്ന എനർജി ഉണ്ട്. പക്ഷേ അവിടെ നിന്നും ഒരു ഹാപ്പി ഫാമിലി എനർജി, ഒരു ട്രഡീഷണൽ എനർജിയിലേക്കും ഒരു ലൈഫ് ലോങ് സക്സസ്സിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇമോഷണൽ ബാലൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ടാവും. അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി എന്നാണ് കാണുന്നത് കേട്ടോ. എല്ലാം അവസാനിച്ചു, ഇനി ഇതിൽ നിന്നും ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും മുള പൊട്ടി ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ.
അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന പാസ്റ്റിലെ ചില കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവരുടെ മദർ എനർജിയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് കുറച്ച് നിരാശ, ദുഃഖമുള്ള ചില കാര്യങ്ങളെ അവർ പാസ്റ്റിലെ പല കാര്യങ്ങളെ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരാശ, ഒറ്റപ്പെടൽ, അവരുടെ ജീവിതത്തിലെ എല്ലാ പോസിറ്റിവിറ്റികളും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യങ്ങളെ അവർ ശരിക്കും നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതവർ ടോട്ടലി അവരുടെ സിറ്റുവേഷൻസിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. എലോൺ എനർജിയിലാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അവരുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു പരീക്ഷണത്തിലാണ്. അതായത് കയറ്റ ഇറക്കത്തോടു കൂടിയുള്ള നഷ്ടങ്ങളും ലാഭങ്ങളും കണക്ട് ചെയ്ത് കടന്നു പോകുന്ന ഒരു എനർജിയാണ്. ശരിക്കും അവരൊരു ആൻസൈറ്റിയിലാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് ഒരു രീതിയിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അവരൊരു എലോൺ എനർജിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി ആയിട്ട് നമുക്കിവിടെ കാണുന്നത്. ഒരു ഫീലിംഗ് സ്റ്റക്കാണ്. അവർ പുറമേ ഏത് രീതിയിലാണെങ്കിലും അവരുടെ ഇമോഷണൽ പരമാകുന്ന എനർജിയിലേക്ക്, സോൾ എനർജിയിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്കൊരിക്കലും ഒന്നും പറയാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥയാണ്. അവരൊരു സറണ്ടർ ചെയ്ത് പരാജയം സമ്മതിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. മാത്രമല്ല കരിയർ പാതയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും ശത്രുതാഭാവങ്ങളും എല്ലാം ഏറ്റുവാങ്ങി അതൊരു വല്ലാത്തൊരു ബർഡനായിട്ട് അവർക്കൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നെഗറ്റീവിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അത്രയും ശക്തമാകുന്നൊരു ബർഡൻ എനർജിയിലൂടെയാണ് അവരുടെ ആ ഒരു ലൈഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് മദർ എനർജിയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമാണ് നിങ്ങളിൽ നിന്നും ഏറ്റവും സ്ട്രോങ് ആയിട്ട് അവർ ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർക്ക് കുറച്ച് സക്സസ്സും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഒരു സൺറൈസിങ് പോലെ, ഒരു പോസിറ്റിവിറ്റി പോലെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു എനർജി അവർ കാണുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.